സത്യം പറഞ്ഞാൽ ഇന്നാണ് എല്ലാവർക്കും ബിഗ് ബോസിന്റെ വക കൃത്യമായ 7ന്റെ പണി കൊടുത്തത്. നിങ്ങൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും പ്രേക്ഷകർക്കാണെങ്കിലും കണ്ടസ്റ്റൻസിനാണെങ്കിലും എല്ലാവർക്കും 7ന്റെ പണി ഇന്നാണ് കിട്ടിയത്. എല്ലാവരും എന്താ ഇന്ന് പ്രതീക്ഷിച്ചത്? നെവിന്റെയും ഷാനവാസിന്റെയും വിഷു എടുത്തിട്ട് ലാലേട്ടം വന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി ആകെ തകിടം മറിക്കുമെന്നൊക്കെ ആയിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഉൾട്ടയാണ് നടന്നത്. സംഭവം ഒരു പ്രശ്നവും എടുത്തില്ല. വളരെ പോസിറ്റീവായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ എപ്പിസോഡ് അല്ലായിരുന്നു. എന്ത് സന്തോഷമായിട്ട് എല്ലാവരും നമ്മൾ ആ Q&A ക്വസ്റ്റ്യൻ ആൻസറും ചോദിക്കുന്നുണ്ടല്ലോ, അതൊക്കെ എന്ത് ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതോടൊപ്പം തന്നെ അതില് നമ്മുടെ അനീഷിന്റെ ജനറൽ നോളജ് എത്രത്തോളം ഉണ്ടെന്ന് ബ്രില്യന്റ് ആയിട്ട് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ അനീഷിന് നോമിനേഷൻ പവർ തിരിച്ചു കിട്ടി. അതോടൊപ്പം തന്നെ അക്ബർ ആ ടാസ്കിൽ പെർഫോം ചെയ്തുകൊണ്ട് തന്നെ അക്ബറിന് ഇനി ക്യാപ്റ്റൻസി ടാസ്കിലും മത്സരിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മുടെ അനുമോളുടെ പ്ലാച്ചി റിട്ടേൺസ് ആയിരിക്കുകയാണ്. വൈൽഡ് കാർഡായിട്ട് 2.0 എന്ന് പറയത്തില്ലേ, അതേപോലെ അനുമോളുടെ പ്ലാച്ചി റിട്ടേൺസ് ആയിരിക്കുന്നു. അതായിരുന്നു ഏറ്റവും ബ്യൂട്ടിഫുൾ മൊമെന്റ് എന്ന് പറയുന്നത്. പിന്നെ ഹോട്ടൽ ടാസ്കിനെ പറ്റിയിട്ടായിരുന്നു സംസാരിച്ചത്. കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ലാലേട്ടൻ പറഞ്ഞത്. അല്ലാതെ ഭയങ്കര നൂൽ നഴിച്ചിട്ടൊന്നും പോയില്ല. പിന്നെ നമ്മുടെ സാബുമോന്റെ കുറെ ഇന്നസെന്റ് ആയിട്ടുള്ള കുറെ റെസ്പോൺസ് നമ്മുടെ ലാലേട്ടനുമായിട്ട് നടന്നതുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഇന്ന് ബേസിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ നാളെ എന്തായാലും പോകാൻ പോകുന്നത് റെനയാണ് ഔട്ടായിരിക്കുന്നത്. ആര്യൻ ഔട്ടായതായിട്ട് ഒരു ഇൻഫർമേഷൻ ഇതുവരെ വന്നിട്ടില്ല. റെന ഔട്ടായിരിക്കുന്നു. അതല്ലാതെ മിക്കവാറും ഈ ആഴ്ച ഒരു എലിമിനേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാതെ ഉണ്ടാവാൻ ചാൻസ് എന്തായാലും ഇല്ല. സോ റെന എന്തായാലും പുറത്തായി. അത് നാളത്തെ എപ്പിസോഡിലായിരിക്കും. പക്ഷേ നാളത്തെ എപ്പിസോഡിൽ എന്തായാലും ഷാനവാസിന്റെയും നെവിന്റെയും വിഷയം തീർച്ചയായിട്ടും എടുക്കുന്നുള്ളത് 100% ഉറപ്പാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം.